കൊടിക്കുന്നിൽ സുരേഷ്. ഇപ്പോൾ കേരള സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ ഇതിൽ ശക്തമായ നിലപാടെടുത്ത് രംഗത്ത് വന്നിട്ടുണ്ട്, താങ്കൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്? അല്ല, കേരള മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രോട്ടേം സ്പീക്കർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതിനെ സംബന്ധിച്ച് അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ നിലപാട് ശരിയല്ല, തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് BJP-ക്കാരല്ലാത്ത ഇന്ന് മോദി സർക്കാരിനോടൊപ്പം ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ NDA-യോടൊപ്പം നിൽക്കുന്ന കക്ഷികൾക്കും ഉള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിനെ ആരും BJP-ക്കാർക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം അവരുടെ പ്രധാനമന്ത്രിയും അവരുടെ ഗവൺമെൻറ്റും എടുത്ത തീരുമാനമായതുകൊണ്ട് അവർക്ക് ന്യായീകരിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ BJP-യോടൊപ്പം NDA-യിലുള്ള കക്ഷികളടക്കമുള്ള നിതീഷ് കുമാർ ആയിരുന്നാലും ചന്ദ്രബാബു നായിഡു ആയിരുന്നാലും രാംദാസ് അത്തേവാലെ, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ, അവരൊക്കെ ആയിരുന്നാലും അവരത് പുറത്തു പറയുന്നില്ലെങ്കിലും അവർക്കും ഇതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മാത്രമല്ല, കേരളത്തിൽ രാജ്യത്ത് ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർ, പാർലമെന്ററി ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയാണുള്ളത്. പക്ഷേ BJP-ക്ക് പാർലമെന്ററി ജനാധിപത്യത്തിൽ അവർക്ക് എന്ത് അവരുടെ കഴിഞ്ഞകാല പ്രവർത്തനം പരിശോധിക്കുമ്പോൾ അവർക്ക് പാർലമെന്ററി രംഗത്ത് ഒരു മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയല്ല. പാർലമെന്റിനെ ബൈപ്പാസ് ചെയ്യുക, MP-മാരുടെ അവകാശങ്ങൾ നിഷേധിക്കുക, പ്രതിപക്ഷത്തെ നിയമങ്ങൾ പാസ്സാക്കുക, ഇതെല്ലാം ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിച്ചിടുക, അതാർക്കും കൊടുക്കാതെ, ഇതൊക്കെ നമ്മുടെ പാർലമെന്ററി രംഗത്ത് പുതിയ BJP-യുടെ സംഭാവനകളാണ്. അതുകൊണ്ട് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് ഇന്ത്യയിലെ എല്ലാ പാർലമെന്ററി മൂല്യങ്ങളിൽ, ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ, പ്രത്യേകിച്ച് പാർലമെന്ററി ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കുള്ള അഭിപ്രായം അത് തന്നെയാണ്. ഇനിയിപ്പോൾ 24-ാം തീയതി തുടങ്ങാൻ പോവുകയാണ് സഭ. ഇതൊരു സഭയിൽ ഒരു വലിയ പ്രതിഷേധത്തിനുള്ള വിഷയമാക്കി മാറ്റാൻ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ആലോചനയുണ്ടോ? അല്ല, അത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നിട്ടില്ല. കാരണം നാളെ 23-ാം തീയതി നാളെ MP-മാരെല്ലാവരും എത്തിച്ചേരത്തുള്ളൂ. ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കൾ എത്തിച്ചേരുകയുള്ളൂ. നാളെ മീറ്റിംഗ് ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായിട്ട് ഇന്ത്യ സഖ്യ ലീഡേഴ്സ് നേതാക്കൾ സമ്മേളിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം 24-ാം തീയതി സത്യപ്രതിജ്ഞ ആരംഭിച്ചാൽ 25-ാം തീയതി സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ 26-ാം തീയതി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് നടക്കണം. ആ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഇന്ത്യ സഖ്യത്തിൻ്റെ നിലപാടെന്നതിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നാളെയും മറ്റന്നാളും ഒക്കെ വളരെ ക്രൂഷ്യൽ ഡേയ്സ് ആയിരിക്കും. ഇന്ത്യ സഖ്യ നേതാക്കൾ ഡൽഹിയിൽ ഒത്തുചേരുന്ന സമയമായിരിക്കും. ആ സമയത്ത് സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്താണ് നിലപാട് സ്വീകരിക്കേണ്ടതിനെ സംബന്ധിച്ച് തീരുമാനമുണ്ടാകും. 2 ദിവസത്തെ മാത്രമേ അധികാരമുള്ളൂവെങ്കിലും പ്രോട്ടേം സ്പീക്കർ എന്ന് പറയുന്ന ഒരു ചരിത്ര നിമിഷമാണ് താങ്കൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അതിൽ താങ്കൾക്ക് ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ കൂടി വ്യക്തിപരമായൊരു ദുഃഖമുണ്ടോ താങ്കൾക്ക്? അല്ല, വ്യക്തിപരമായി ദുഃഖമുള്ളത് സ്വാഭാവികമായും അർഹതപ്പെട്ട ഒരവസരം നിഷേധിച്ചപ്പോൾ സ്വാഭാവികമായും നമുക്കതിനോട് ഒരു വിഷമം ഉണ്ടാകാതിരിക്കില്ല. ആർക്കായിരുന്നാലും എല്ലാവർക്കും ഒരു വിഷമം. എനിക്ക് മാത്രമല്ല, ഇന്ത്യയിലെ മിക്കവാറും ഈ BJP-യുടെ നടപടികളോട് വിയോജിപ്പുള്ള, കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം തെറ്റാണെന്ന അഭിപ്രായമുള്ള ഒത്തിരി ആളുകൾക്ക് എല്ലാവർക്കും ഈ കാര്യത്തിൽ വിഷമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അർഹതപ്പെട്ട ഒരു സ്ഥാനം അതിനെ അവഗണിക്കുമ്പോഴോ അതിനെ ഒഴിവാക്കപ്പെടുമ്പോഴോ എനിക്കല്ല ആർക്കായിരുന്നാലും അതിനകത്തൊരു വിഷമം ഉണ്ടാവും. ഞങ്ങൾക്കുമുണ്ട് ആ വിഷമം. കാരണം അത് അങ്ങയുടെ പ്രോട്ടം സ്പീക്കർ പദവിയിലേക്ക് വരുന്നത് കാണാൻ ഞങ്ങൾ എല്ലാവരും കാത്തിരുന്നതുമാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, അങ്ങേക്കിനിയും ഉയരങ്ങൾ തേടി വരും സ്വാഭാവികമായും. ഈ ഒഴിവാക്കപ്പെടുന്ന എല്ലാ ഘട്ടങ്ങളിൽ നിന്നും താങ്കൾ തിരിച്ചു ഉയരാറുണ്ടല്ലോ. അതപ്പോൾ രാഷ്ട്രീയമായ ഉയർച്ച കൂടിയുടെ ഭാഗമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഈ പ്രഭാതത്തിൽ ചേർന്നതിന്.